ഇവിടെയാണോ കല്യാണച്ചക്കൻ താമസിക്കുന്നത്? ഇതെന്താ കോളനിയോ അതോ ഇത് ദുരിതാശ്വാസ ക്യാമ്പോ? ശോ, ഈ സ്ഥലത്താണോ എന്റെ കൊച്ചുമോള് വന്ന് താമസിക്കണ്ടേ? അതെ. അപ്പൊ നിനക്ക് നിന്റെ മകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഒന്നും ഇല്ലേ? അപർണയ്ക്ക് ഇതുപോലൊരു വൃത്തികെട്ട സ്ഥലത്തുനിന്നേ ഒരു ചെക്കനെ കിട്ടിയുള്ളൂ. ബാലു നല്ല പയ്യനാ. അപർണയ്ക്ക് ബാലുവിനെ ഇഷ്ടമാണ്. പിന്നെ ജീവിത നിലവാരം കുറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നല്ല മര്യാദയും വിനയമുള്ള പെരുമാറ്റ ബാലുവിൻ്റെത്. ചുറ്റുപാട് മാത്രമല്ല പ്രശ്നം, തറവാടിത്തം അത് വേണം. ഇതുപോലൊരു ചുറ്റുപാടില് ആ വാക്കിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ആദ്യം ബാലുവിനെയും കുടുംബത്തെ ഒന്ന് കാണ്. ആ ഏ ബാലുവിന്റെ അമ്മ സുധാമണി വന്നല്ലോ. ഇതാരും മഹേഷ് സാറോ? ഇതെപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇത് എന്റെ അമ്മയാണ്, അപർണയുടെ അച്ഛമ്മ. നാട്ടിൽ നിന്ന് കല്യാണം കൂടാൻ വന്നതാ. വരുന്ന വഴിക്ക് ബാലുവിന്റെ വീട്ടിലൊന്ന് കയറണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാ. നമസ്കാരം അമ്മേ. അമ്മ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. നിന്റെ മോനാണോ ചെക്കൻ? അതെ, എന്റെ മൂത്ത മോനാ. ഓ, നമുക്ക് ആദ്യം സംസാരിക്കാം. വരൂ. ഓ, അമ്മ വരും. എന്ത് വരുന്നു? വന്നാട്ടെ. ഇതൊക്കെ വെക്കണ്ട. മാറ്റിവെക്ക മാറ്റിവെക്കതല്ല. ഇരിക്ക. ഇതാ നമ്മളെ വീട്. ഇപ്പൊ ഇതാണ് ഇനി എന്റെ അപ്പുമോള് താമസിക്കാൻ പോകുന്ന കൊട്ടാരം. നല്ല ചേലായിട്ടുണ്ട്. ഇരുന്നാട്ടെ. ഇതെന്റെ ഇളയ മോള് മീനാക്ഷി. ഇത് ഇളയ മോനാ. നിന്റെ മൂത്ത മോനെന്തിയെ? എനിക്ക് അവനെയാ കാണേണ്ടത്. വളരെ ഈസി ആയിട്ടല്ലേ അവൻ എന്റെ അപ്പുമോളെ വളച്ചെടുത്തത്. അപ്പോ അവൻ നല്ല മിടുക്കനായിരിക്കും. ബാലു ഓഫീസിൽ പോയിട്ടല്ല. അപ്പൊ ഞാൻ കാണാൻ വന്ന ആൾ ഇവിടെ ഇല്ല. വെറുതെ ഒരു യാത്ര വേസ്റ്റ് ആയി. അമ്മയോട് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാന്ന്. അങ്ങനെ പറയാതെ വന്ന് കേറിയത് കൊണ്ടല്ലേ ഈ വീടിന്റെയും പരിസരത്തിന്റെയും ഒരു യഥാർത്ഥ മുഖം എനിക്ക് കാണാൻ പറ്റിയത്. മഹേഷ് സാറും അമ്മ ഇരിക്കണം. ഞാനിപ്പോ ചായ എടുത്തിട്ട് വരാം. അമ്മ ഇരിക്ക. എടി പെണ്ണേ, നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എടി ചോദിച്ചത് കേട്ടില്ലേ? നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേന്ന്? 10ാം ക്ലാസ്സില്. ഈ വീട്ടില് എത്ര മുറിയുണ്ടെടി പെണ്ണേ? അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളാ. കണ്ടിട്ട് ഇതിനകത്ത് വലിയ സൗകര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സൗകര്യം കൊണ്ടാ ഞങ്ങൾ ഇത്രയും കാലം ഇന്നത്തെ ജീവിച്ചത്. നിങ്ങള് ജീവിച്ചെന്നും കരുതി എല്ലാവർക്കും അതുപോലെ ജീവിക്കാൻ പറ്റുമോ? ആ അമ്മേ, സുധാമണിയുടെ ചായ വളരെ സ്പെഷ്യലാ. പാചകത്തിൽ ഭയങ്കര മിടിക്കാ സുധാമണി. ഓ, പാചകക്കാരിയാണെന്നൊക്കെ യാമിനി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. വെറും പാചകം മാത്രമല്ല അമ്മേ, ഞാനൊരു കേറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. എന്റെ മക്കളെയൊക്കെ ഞാൻ വളർത്തി വലുതാക്കിയത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാ. ഈ ഒറ്റയ്ക്ക് കിടന്ന് ചത്ത് വലിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ഒറ്റയ്ക്കല്ലമ്മേ, ഈ കോളനിയിലെ കുറച്ചാൾക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് വന്നോണ്ട് ഒന്നും ഒരുക്കി വെക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. വേണ്ട, കഴിക്കാനൊന്നും വേണ്ട. ഭക്ഷണത്തിന്റെ പാചകത്തിന്റെ ഒക്കെ കാര്യം അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടി ഇതിനകത്ത് എങ്ങനെ താമസിക്കുന്നു? ഇതുപോലൊരു കുടിസ് വീട്ടിൽ ജീവിക്കേണ്ടവളാണോ മഹേഷേ? അപ്പോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ? കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പോയില്ലേ? ഇനിയിപ്പൊ അപ്പുമോളും കൂടി വന്നാലേ ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ ജീവിക്കും? അമ്മേ, ബെഡ്റൂം എന്ന് പറയാൻ ഈ വീട്ടിൽ ആകെ ഒരെണ്ണ ഉള്ളത്. അത് ബാലുവിനും അപർണയ്ക്കും കൊടുക്കാനാ എന്റെ തീരുമാനം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി എവിടെ കിടക്കും? തറയിൽ പാവിരിച്ച് കിടക്കുവോ? അല്ല, നിങ്ങൾക്കൊക്കെ എവിടെ കിടന്നാലും ഉറക്കം വരും. പക്ഷേ എന്റെ അപ്പുമോളെ അങ്ങനെയല്ല, അറിയൂ? അമ്മേ, സുധാമണിയും കുടുംബത്തെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ ഒന്നും സംസാരിക്കരുത്. ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ആൾക്കാരാ. അമ്മ അത് മറക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ അപർണ ബാലുവിനെ ഇഷ്ടപ്പെട്ടത്. സൗകര്യങ്ങളെ കുറിച്ച് കുറവുണ്ടെന്ന് കരുതി
അപർണയ്ക്ക് ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഉറപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏത് ജോലിസിനാ ജാതകം നോക്കിയേ? എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നേ? ജാതകം നോക്കിയിട്ടല്ലേ കല്യാണം നിശ്ചയിച്ചത്? അമ്മേ, അവര് തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നമ്മളത് നടത്തിക്കൊടുക്കുന്നു. അവര് തമ്മിൽ നല്ല മനപ്പൊരുത്തമുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതിനേക്കാൾ വലിയ എന്ത് ജാതക പൊരുത്താ വേണ്ടത്? അത് നടക്കില്ല. ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി ചേർച്ച ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ എങ്ങനെയാടാ കല്യാണം തീരുമാനിക്കുന്നേ? അതിന്റെ പേരിൽ നാളെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ആര് സമാധാനം പറയും? ജാതകപ്പുറത്ത് നോക്കാതെ കല്യാണം നടത്താൻ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. മഹേഷേ, കല്യാണം തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. നമുക്കത് പിന്നീട് ആലോചിക്കാം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മാറ്റിവെക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറ്റും മഹേഷേ? ഇതെന്റെ പേരക്കുട്ടിയുടെ ഭാവി ജീവിതത്തിന്റെ പ്രശ്നമാ. അവളെ കൊണ്ടുചെന്നേ നിലയില്ലാ കയത്തിൽ കെട്ടിത്താഴ്ത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടതേ ജാതക പൊരുത്തമാ. ചേരാത്തതിനെ തമ്മിൽ ചേർത്ത് വെച്ചാ ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോ വൈധവ്യ ദുഃഖവും ഉണ്ടായിരുന്നു വരും. അതുകൊണ്ട് ജാതകം നോക്കി പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം മതി ഇനി മുന്നോട്ടുള്ള നീക്കം. മനസ്സിലായോ നിനക്ക്? വാ, ഇറങ്ങാം മഹേഷേ. മഹേഷ് സാറേ, വിഷമമൊന്നും വിചാരിക്കണ്ട. അമ്മ ഇങ്ങനെയാ. മഹേഷേ, ഞാൻ ഇറങ്ങട്ടെ. എല്ലാം ഒരു കരക്കെടുത്തു എന്ന് വിചാരിച്ചിട്ട് ആശ്വസിച്ചതേനുമല്ലോ ഈശ്വര. എടാ, നമ്മളിനി എന്താടാ ചെയ്യാ? അച്ഛമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇത് മനഃപൂർവ്വം മുടക്കാൻ വന്നതെന്നാ എനിക്ക് തോന്നുന്നു. എന്തൊരു സ്വഭാവം അവരുത്. ഇനി എന്ത് ചെയ്യാനാ ഏട്ടന്റെ പ്ലാൻ? ഇനി ജാതകം ചേരുന്നാണെങ്കിൽ പോലും അപർണ ചേച്ചിയുടെ അച്ഛമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവരോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാൻ? സംസാരിക്കാൻ ചെന്നാ വീണ്ടും അവമാനിക്കപ്പെടുകയേ ഉള്ളൂ. അത് വേണോ അമ്മേ? ഏട്ടാ, വേണ്ടി വന്ന് ഏട്ടത്തിയെ വിളിച്ചിറക്കി കൊണ്ടുവരണം. അങ്ങനൊന്നും ചിന്തിക്കല്ലേ മോനെ. നമ്മളോടൊക്കെ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ആളാ മേനോൻ സാറ്. അപർണമോക്കും ബാലുവിനോടുള്ള സ്നേഹം നമുക്കറിയാത്തല്ലോ. അപ്പൊ പിന്നെ ആ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. അത് ശരിയായ വഴിയല്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കൂല. ആരാ ഏട്ടാ? ഇനി ജാതകം നോക്കിയിട്ട് അത് ചേരുന്നില്ല എന്നെങ്ങാനും ജോത്സ്യർ പറഞ്ഞാല് ഈശ്വരാ, അതോടെ എല്ലാം തീരും. ശരി, ഞാൻ വിളിക്കാം. ഏട്ടാ, എന്താ മുഖത്തൊരു വാട്ടം? എനി പ്രോബ്ലം?
അപ്പു വരുന്നില്ല ഇല്ല. എന്താ വീണ്ടും കലിപ്പ് വല്ലതും ആണോ? ഏയ് കലിപ്പൊന്നുമില്ല. എങ്കിലും ചെറിയൊരു കൺസേൺ ഉണ്ട്. ചേട്ടൻ കാര്യം പറ. എന്താ ഏട്ടത്തി പറഞ്ഞത്? നാളെ തന്നെ ജാതകം നോക്കിക്കാൻ അപ്പുവിന്റെ അച്ഛനോട് പറഞ്ഞ് അച്ഛമ്മ ഏതോ ചക്രപാണി ജോത്സ്യരെ ഏർപ്പാട് ചെയ്തിരിക്കുക. ഇരുകൂട്ടരും പ്രത്യേകം നോക്കണ്ടെന്ന്. അവര് ജാതക പൊരുത്തം നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവണമെന്ന്. നാളെ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? പറയുമ്പോ ഭയങ്കര പഠിപ്പും വിവരവും ന്യൂജൻ ലൈഫും ഒക്കെയാ. കാര്യത്തോടെ അടുക്കുമ്പോ എടുക്കുന്ന ആയുധങ്ങളോ ശിലായുഗത്തിലെ കരിങ്കൽ കുറിപ്പിച്ചതും വാരിക്കുന്തവും കല്ലും വടിയൊക്കെ തന്നെ. കഷ്ടം. നീ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കണ്ട. ഇത് അപർണയുടെ അമ്മയുടെ അച്ഛന്റെ തീരുമാനമല്ലല്ലോ, അവളുടെ അച്ഛമ്മയുടെ അല്ലേ. അവരൊരു ഓൾഡ് ജെൻ ഓർത്തഡോക്സ് മെന്റാലിറ്റിക്കാരിയല്ലേ. ഇതിൽ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഉഡായിപ്പ് ജോൽസിനെ കുറച്ച് കൈമടക്കം കൊടുത്ത് ഒരു സൂപ്പർ പൊരുത്തം എഴുതി വാങ്ങായിരുന്നു. ഇവിടെ ഇപ്പൊ അതിന് നിവർത്തിയില്ലല്ലോ. ഏയ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? വെറുതെ പുലിവാലി പിടിക്കാനായിട്ട്. ആ അതല്ല ഏട്ടാ. ഇനിയിപ്പോ നാളെ ജോത്സ്യം വന്ന് നിങ്ങൾ തമ്മിൽ പൊരുത്തമൊന്നും ഇല്ലെന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓരോന്നൊഴിയുമ്പോ മറ്റൊന്നായി ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ. ഒന്നാമതേ അക്കളവിക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ പരിസരം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ജാതകം കൂടെ റോങ് ആയ എല്ലാം കീഴ്മേൽ മാറിയും. വരും പോലെ വരട്ടെ, അല്ലാതെ എന്ത് പറയാൻ. ഞാൻ സന്ദീപ്. നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. എന്തിനാ സാറേ എന്നെ നേരിട്ട് കാണണമെന്നും പറഞ്ഞ് ഈ രാത്രി തന്നെ തിരക്ക് കൂട്ടിയത്? ഫോണിലൂടെ പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞേ. ഈ രാത്രി തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചത് സമയം വൈകിയ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ടാ. ശുഭസ്യ ശീക്രം എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അത് തന്നെ. സരോജിനി അമ്മ എന്നൊരാൾ നിങ്ങളോടൊരു ജാതകപ്പൊരുത്തം നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, ഞാൻ ചെല്ലാമെന്നും പറഞ്ഞല്ലോ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉള്ളതങ്ങ് പറയാലോ. ഞാൻ ആ പെൺകൊച്ചിന്റെ അമ്മാവനാ. കല്യാണം ഉറപ്പിച്ച പയ്യനെ കൊണ്ട് എന്റെ മരുമകളുടെ കെട്ട് നടത്താൻ ഞങ്ങളുടെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യവും. പെണ്ണും ചെക്കനും തമ്മില് ഇഷ്ടത്തിലായിപ്പോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവമല്ലേ, എതിർത്ത വല്ല കടും കൈയും കാണിക്കും. ആ ചെറുക്കന്റെ വീട്ടുകാര് പരമദാരിദ്ര്യവാസികളാ. ഇതൊന്ന് ഒഴിവായി കിട്ടാൻ ഒരേ ഒരു മാർഗമുള്ള ജോൽസിന്റെ അടുത്താ. ഇതില് ഞാനിപ്പോ എന്ത് ചെയ്യാനാ സാറേ? നിങ്ങൾ പൊരുത്തം നോക്കാൻ പോകുന്ന ആ രണ്ട് ജാതകക്കാരും തമ്മിൽ 10ൽ 10 പൊരുത്തം ഉണ്ടെങ്കിലും അവർ തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല എന്നേ നിങ്ങൾ പറയാവൂ. അയ്യോ സാറേ, അതെങ്ങനെ ശരിയാവും? ഈ തൊഴിലൊരു സത്യമുണ്ട്. അത് വിട്ട് ഞാൻ ഒന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള പല ജോത്സ്യന്മാരും 15ഉം 20ഉം ലക്ഷം രൂപയുടെ ലക്ഷറി കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ മുച്ചക്ര വാഹനത്തിൽ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും വളരെ കുറഞ്ഞ അവസരങ്ങളെ നമുക്ക് തരും. പല രൂപത്തിലും ഭാവത്തിലും സൗഭാഗ്യം നമ്മുടെ മുന്നിൽ വേഷം കെട്ടി വന്ന് നിൽക്കും. തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാ.
താൻ എന്നെ വിശ്വസിക്കടോ. ഈ സന്ദീപ് മേനോൻ ഒരാളോടും വിശ്വാസവഞ്ചന കാണിക്കുന്നവനല്ല. ഞാനൊരു വാക്ക് പറഞ്ഞതാ. എന്നാലും സാറേ, ഒരെന്നാലും ഇല്ല. താനിങ്ങനെ പേടിക്കാതെ. ഒന്നുമില്ലെങ്കിലും താനൊരു ജ്യോത്സ്യനല്ലേ, ഭാവിയും ഭൂതവും ഒക്കെ അറിയുന്നവൻ. വാ, ഞാൻ പറയുന്നത് കേക്ക്. എന്ത് വില കൊടുത്തു ആ ചെക്കനെയും കുടുംബത്തെയും ഞങ്ങളുടെ തലേന്നൊന്ന് ഒഴിപ്പിച്ച് വിട്. അത് സംഭവിച്ചാൽ തന്റെ കാര്യം ഞാൻ ഏറ്റു. അതിനുവേണ്ടി താനിനി മഞ്ചാടിക്കുരുവും പല്ലാങ്കുഴി പലകയൊന്നും ചുമന്ന് നടക്കണ്ട. ധൈര്യമായിട്ട് വാങ്ങിക്കോ. തന്റെ സമയം തെളിയാൻ പോവുകയാണെന്ന് കരുതിയാ മതി. അല്ലെങ്കിൽ താൻ ഇവിടെ ചെന്ന് കവടി എടുത്ത് നോക്ക്. അതൊന്നും വേണ്ട സാറേ, സാറിന് എനിക്ക് വിശ്വാസം. പിടിക്ക്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതിലൊരു മാറ്റവും വരരുത്. ഇല്ല സാറേ, ഞാൻ വാക്കു വ്യത്യാസം കാണിക്കില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാൻ തന്നെ ജംഗ്ഷനിൽ വിടാം. വേണ്ട സാറേ, ഞാൻ നടന്നോളാം. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ഉത്തമം. ഇങ്ങനെ 10ൽ 10 പൊരുത്തം അപൂർവമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ ജ്യോത്സ്യര് പറയുന്നേ? അതെ. എനിക്കറിയായിരുന്നു സാർ എന്നെ തിരക്കി പുറകെ വരുമെന്ന്. സാറിന്റെ വരവും കാത്ത് നിന്നതല്ല. കൂടുതൽ സംസാരം വേണ്ട, വണ്ടിക്കര്. ആ, താൻ എന്താടോ വിചാരിച്ചത്? എന്നെ പറ്റിച്ചിട്ടങ്ങ് ഈസിയായിട്ട് കടന്നു കളയാന്നോ? അയ്യോ സാറേ, ഉപദ്രവിക്കല്ലേ. ഇല്ലടോ, താൻ കാണിച്ച പണിക്ക് പിടിച്ചൊരു ഉമ്മ തരാം. തനിക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഒന്നുകളെ ഞാൻ റാസ്കൽ. എന്റെ പൊന്ന് സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം സാറിനെ ചതിച്ചതല്ല. ആ കല്യാണച്ചക്കൻ സുധാമണിയുടെ മകനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിന് സുധാമണിയെ തനിക്കറിയോ? അവരെന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഓർത്തില്ലെങ്കിലും അവരെ എനിക്കറിയാം. ആ മുഖം ഒരിക്കലും മറക്കില്ല ഞാൻ, മറക്കാൻ പാടില്ല. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരാപത്ത് വന്ന് എന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ നെട്ടോട്ട് ഓടുമ്പോ എന്നെ സഹായിച്ചൊരു നല്ല മനസ്സിന്റെ ഉടമയാ ആ ചെക്കന്റെ അമ്മ സുധാമണി. താൻ അങ്ങും ഇങ്ങും തൊട്ട് കാര്യം പറയാതെ തെളിച്ച് പറയടോ. ഒരു മോളാ എനിക്കുള്ളത്. ഒരു വണ്ടി അപകടം പറ്റി ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ എന്റെ മോള് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ റെയർ ഗ്രൂപ്പിലുള്ള അവളുടെ ബ്ലഡ് കുപ്പിക്കണക്കിന് സംഘടിപ്പിച്ചു തന്നത് ഈ സുധാമണിയാണ്.